നമസ്കാരം. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ ഈ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യമാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഡിസംബർ 25 ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. പരസ്പരം സമ്മാനം കൈമാറാനും ബന്ധങ്ങൾ പുതുക്കി ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്തുമസ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമാണ് ക്രിസ്തുമസ്. പുൽക്കോട് ഒരുക്കിയും നക്ഷത്രങ്ങൾ തൂക്കിയും അതോടൊപ്പം നമ്മുടെ മനസ്സുകളെ ഒരുക്കിയും ക്രിസ്തുമസിനെ വരവേൽക്കുകയാണ് നാം ഓരോരുത്തരും. രണ്ട് കൂട്ടരാണ് ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ചെന്നെത്തിയത്. ഒന്നും അറിയാത്ത ആട്ടിടയന്മാർ, രണ്ട് എല്ലാം അറിയാവുന്ന ജ്ഞാനികളായ രാജാക്കന്മാർ. ഇവർ രണ്ടു കൂട്ടരും സമാധാനം കണ്ടെത്തിയത് ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോഴാണ്. നാം ആരായിരുന്നാലും ക്രിസ്തു നമ്മിലുണ്ടാകുമ്പോൾ മാത്രമാണ് സമാധാനം ഉണ്ടാകുന്നത്. അതാണ് മാലാഖമാർ പാടിയത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ആ വാക്യങ്ങളെ നമുക്ക് രണ്ടാക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത് എന്നും എന്നും എന്നാളും ലോകാവസാനത്തോളം ഈ മഹത്വം ഉണ്ടാകും. എന്നാൽ ആർക്കാണ് ഈ സമാധാനം? സമാധാനം ഒരു ചോദ്യചിഹ്നമാണ്. ഭൂമിയിൽ ദൈവകൃപയുള്ളവർക്കാണ് സമാധാനം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭവനത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു നമ്മിലുണ്ടാകണം. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ക്രിസ്തു എവിടെയാണ് ജനിച്ചത്? കാലിത്തൊഴുത്തിലാണെന്ന് നമുക്കറിയാം. എന്നാൽ അല്ല. ക്രിസ്തു ആദ്യം ജനിച്ചത് പിതാവായി ദൈവത്തിന്റെ മനസ്സിലായിരുന്നു. പിന്നെ ക്രിസ്തു ജനിച്ചത് യോസേപ്പിന്റെ സ്വപ്നത്തിലായിരുന്നു. പിന്നെ ക്രിസ്തു ഉരുവായത് പൈസാമയുടെ ഉദരത്തിലായിരുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തു എന്നിൽ ഉരുവാകുമ്പോൾ മാത്രമാണ് ഞാൻ ദൈവപുത്രനെ പോലെ ആയിത്തീരുന്നത്. കൂടാതെ ദൈവപുത്രനിലുള്ള സമാധാനം എന്നിലും ഉണ്ടാകുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്ന നല്ല വ്യക്തികളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഉണ്ണീശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ക്രിസ്മസിന് മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.